പുരുഷോത്തമൻ 5:30 ശരംകുത്തിയിൽ സ്വീകരണം ഏറ്റുവാങ്ങി തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തേക്ക് നീങ്ങുന്നതാണ് പതിവ്. ഇന്നും അതേ രീതിയിൽ തന്നെയല്ലേ? തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനം ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ADGP S. ശ്രീജിത്ത് ഉൾപ്പെടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം ഈ കൊടിമരത്തിന് ചുവട്ടിൽ ഉണ്ട്. സർ, ഇപ്രാവശ്യം സുരക്ഷയൊക്കെ വളരെ ശക്തമാണല്ലോ. ഏറ്റവും വലിയ ആശങ്കയുള്ളത് ഇത്രയും തീർത്ഥാടകർ ഒരുമിച്ച് മലയിറങ്ങുമ്പോഴുള്ളൊരു പ്രശ്നമാണ്. എങ്ങനെയാണ് അത് മാനേജ് ചെയ്യുക? മല ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ വ്യക്തമായ 2 വഴികൾ അവർക്ക് ഡിമാർക്കറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവർ വേറെ വഴിക്ക് പോകാതിരിക്കാനായിട്ട് ബാരിക്കേഡും പോലീസ് ഉദ്യോഗസ്ഥരും അവിടെ നിർത്തിയിട്ടുണ്ട്. ഒന്ന് ഫ്ലൈ ഓവർ വഴിയും മറ്റേത് നമ്മുടെ ബെയിലി പാലം വഴിയാണ്. അപ്പോൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ തിരുമുറ്റവും നടപ്പന്തലും കഴിഞ്ഞ് അവർക്ക് ഇറങ്ങാനും പിന്നെ തുടർന്ന് നടന്നു പോകാനും സാധിക്കും. അവരോടുള്ള അഭ്യർത്ഥന ധൃതി കൂട്ടാതെ എന്നാൽ സാമാന്യം വേഗം നടന്നു തന്നെ അവർ പോകണം. ധൃതി കൂട്ടരുത്. പോലീസ് ഉദ്യോഗസ്ഥരുടെയും മറ്റ് വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും എല്ലാ നിർദ്ദേശങ്ങളും കൃത്യമായി പാലിച്ചുകൊണ്ട് വേണം പോകാൻ. പമ്പയിലെത്തുമ്പോൾ അവരെ കൊണ്ടുപോകാനായിട്ടുള്ള ബസ്സുകളുടെ ഒരു ഫ്ലീറ്റ് തന്നെ തയ്യാറായി കിടപ്പുണ്ട്. അതിൽ കൃത്യമായി കയറുകയും അവിടെയുള്ള ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം യാത്ര തിരിച്ച് എത്രയും പെട്ടെന്ന് സ്വവസതികളിൽ സ്വലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തിപ്പെടാനായിട്ടുള്ള ഒരു വ്യഗ്രത കാണിക്കണം. ഇവിടെ വീണ്ടും കറങ്ങി തിരിഞ്ഞ് നിന്ന് സമയം കളയരുത്. 2 ലക്ഷത്തോളം തീർത്ഥാടകർ ഉണ്ടെന്നാണ് ഒരു പ്രാഥമിക കണക്ക്. ഇപ്പോൾ ഇനിയിപ്പോൾ മകരജ്യോതി ദർശനം ഏതാനും കുറച്ച് സമയം കൂടി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ഭക്തർ നിൽക്കുമ്പോൾ എല്ലായിടങ്ങളിലും നിരീക്ഷണമുണ്ടല്ലോ, നിരീക്ഷണ സംവിധാനങ്ങളുണ്ട്. എല്ലായിടങ്ങളിലും പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. 5000-ഓളം പോലീസ് ഉദ്യോഗസ്ഥരെ ഈ സുരക്ഷയ്ക്ക് വേണ്ടി തന്നെ വിന്യസിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഒരു 1440-ഓളം പോലീസ് ഉദ്യോഗസ്ഥർ തിരുവാഭരണ ഘോഷയാത്രയുടെ കൂടെയുമുണ്ട്. അപ്പം സുരക്ഷയ്ക്ക് എണ്ണം കൊണ്ട് കുറവൊന്നുമില്ല, വിന്യാസം മതിയായ രീതിയിലുണ്ട്. പിന്നെ ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ ഉദ്ദേശിക്കാത്ത അനിയന്ത്രിതമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാതിരിക്കാൻ എല്ലാവരും സഹകരിക്കണം, ശ്രദ്ധിക്കണം. ആ ഒരു അഭ്യർത്ഥന നിങ്ങൾ മാധ്യമങ്ങളിലൂടെയും ജനങ്ങളെടുത്ത് എത്തിക്കണം. ഇപ്പോൾ 40,000 മാത്രമാണല്ലോ വിർച്വൽ ക്യൂ വഴിയുള്ള ഭക്തരുടെ എണ്ണം. ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഈ ഭക്തരുടെ തിരക്ക് അങ്ങ് കാണുമ്പോൾ എന്താണ് തോന്നുന്നത്? ഇല്ല, അതൊന്നും കുഴപ്പമില്ല. അതൊക്കെ നമ്മൾ ക്രമമായിട്ട് തന്നെയാണ് പോകുന്നത്. അതിനകത്തൊന്നും നമുക്ക് ബുദ്ധിമുട്ട് വരുന്നില്ല. ഇവിടെ ഓൾറെഡി തങ്ങി ഈ ജ്യോതി കാണാൻ വേണ്ടിയിട്ട് പലയിടത്തുമായിട്ട് തങ്ങി നിൽക്കുന്ന ആൾക്കാർ ഭംഗിയായിട്ട് ജ്യോതി ദർശനം കഴിഞ്ഞ് പോകുന്നതാണ് നമ്മുടെ യഥാർത്ഥ വെല്ലുവിളി. സാധാരണ രീതിയിലുള്ള ദർശനത്തിന് നമുക്കൊരു പ്രശ്നം തോന്നുന്നില്ല. താങ്ക് യു സാർ. ഇപ്പോൾ സുജയ, സന്നിധാനത്താണ് ഏറ്റവും കൂടുതൽ വ്യൂ പോയിന്റുകളുള്ളത്. പാണ്ടിത്താവളം ദർശന കോംപ്ലക്സിൻ്റെ പരിസരം, അന്നദാന മണ്ഡപത്തിൻ്റെ മുൻവശം, തിരുമുറ്റം തെക്കുഭാഗം, ആഴിയുടെ പരിസരം, കൊപ്രക്കളം, ജ്യോതിനഗർ, ഫോറസ്റ്റ് ഓഫീസിൻ്റെ മുൻവശം, വാട്ടർ അതോറിറ്റി ഓഫീസിൻ്റെ പരിസരം, ഇങ്ങനെ 13ഓളം വ്യൂ പോയിന്റുകൾ ഈ സന്നിധാനത്ത് തന്നെയുണ്ട്. അവിടെയെല്ലാം തന്നെ പോലീസിൻ്റെ ശക്തമായിട്ടുള്ള സുരക്ഷയുണ്ട്. കാരണം തീർത്ഥാടകർ ഒരു രീതിയിലും അവരുടെ ജീവൻ ഏറ്റവും വലുത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ തിക്കും തിരക്കും ഉണ്ടാകാതെ എല്ലായിടങ്ങളിലും ഈ പ്രധാനപ്പെട്ട വ്യൂ പോയിന്റുകളിലെല്ലാം പോലീസ് ഉദ്യോഗസ്ഥരെ നിരീക്ഷണത്തിനായി നിർത്തിയിട്ടുണ്ട്. ഒരു തിക്കും തിരക്കും ഇല്ലാത്ത രീതിയിൽ എല്ലാവർക്കും സുഗമമായി മകരജ്യോതി ദർശനം സാധ്യമാക്കത്തക്ക രീതിയിലുള്ള അറേഞ്ച്മെൻറ്റ്സ് ആണ് ദേവസ്വം ബോർഡും ഒപ്പം തന്നെ പോലീസും ഒരുക്കിയിട്ടുള്ളത്. ഏതായാലും ഇപ്പോൾ തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനം ലക്ഷ്യമാക്കി നീങ്ങുന്നു. അതിൻ്റെ ഒരു ആകാംക്ഷയൊക്കെ നമുക്ക് ഈ ഭക്തരുടെ മുഖത്ത് കാണാൻ കഴിയും. എപ്പോഴായിരിക്കും ഈ മകരജ്യോതി ദർശനം? അതിനുള്ളൊരു കാത്തിരിപ്പ് തന്നെയാണ്. എങ്ങനെയുണ്ട് സമയം? അതിനുവേണ്ടി തന്നെ കാത്തിരിക്കുകയാണല്ലേ? തെലുങ്കുവാണ്. 2 അമ്മമാരും ഉണ്ട്. ഹലോ, കാത്തിരിക്കുകയാണ് തിരുവാഭരണം നോക്കാൻ വേണ്ടി. മഴ പെയ്യുമെന്ന് ചെറിയൊരു ആശങ്ക ഉണ്ട്. ഏതായാലും മഴയില്ല അല്ലേ? മഴയില്ല, മഴ പെയ്യില്ല. ഇപ്പോൾ എത്ര സമയമായിട്ട് ഇവിടെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്? 1 മണിക്കൂറായി. 1 മണിക്കൂറായി കാത്തിരിക്കുകയാണ് തിരുവാഭരണം കാണാൻ വേണ്ടി. നല്ലവണ്ണം ദർശനം കിട്ടണം. ഇവിടെ ഏറ്റവും നല്ല വ്യൂ പോയിന്റ് ഏതായിരിക്കും? ഇവിടുന്ന് നേർക്ക് കാണുന്നത്. കൃത്യ സ്ഥലത്ത് തന്നെയാണ് ഇരിക്കുന്നത് അല്ലേ? അതെ അതെ. ഭഗവാന്റെ നേരെ ഓപ്പോസിറ്റും അവിടെ നിന്ന് ഇവിടെ നിന്ന് കാണും സ്വാമി. സുജിയ, ഇവിടെ സ്ഥിരമായി വരുന്ന അയ്യപ്പ ഭക്തർക്ക് വ്യൂ പോയിന്റുകൾ കൃത്യമായി അറിയാം. അതായത് സന്നിധാനത്തെ ഏത് ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ കൃത്യമായി മകരജ്യോതി കാണാൻ കഴിയുമെന്ന് അവർക്ക് ഉറപ്പുണ്ട്. അങ്ങനെ ആ സ്ഥാനങ്ങളിലൊക്കെയാണ് അവർ ഇടം പിടിച്ചിട്ടുള്ളത്. നമുക്ക് അത് കാണാൻ കഴിയും. പോലീസുകാരുണ്ട്, ഒപ്പം തന്നെ ഇവിടുത്തെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുണ്ട്, ഭക്തരുണ്ട്. എല്ലാവരും ഒന്നായി. അതാണല്ലോ ശബരിമല. എല്ലാവരും ഇങ്ങനെ ഒറ്റക്കെട്ടായി ഇങ്ങനെ ഒന്നായി നിന്ന് ഒരു വ്യത്യാസവും കാണാത്ത രീതിയിൽ, നമുക്ക് തോന്നാത്ത രീതിയിൽ നിന്നുകൊണ്ട് ആ ഒരു മുഹൂർത്തത്തിനായി കാത്തു നിൽക്കുകയാണ്. കൃത്യം 6:15 6:30 തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തേക്ക് എത്തിച്ചേരും. ഇതിനിടയിൽ ചിലപ്പോൾ നമുക്ക് ഈ ഭക്തരുടെ ആരവം കേൾക്കാം. അത്
ആകാശത്ത് കൃഷ്ണപ്പരുന്ത് വട്ടമിട്ട് പറക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ആ ദൃശ്യം കാണുമ്പോഴായിരിക്കും നേരത്തെ നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് അത് കൃത്യമായിട്ട് ആ ദൃശ്യം പകർത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ ആരവം കേട്ടപ്പോൾ മുകളിലേക്ക് നോക്കിയപ്പോൾ ആ ദൃശ്യം കാണുന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ ഇപ്പോൾ തന്നെ നമുക്ക് ഇവിടെ കാണാം. ഈ ഭാഗത്തെല്ലാം നിറയെ ഭക്തജനങ്ങൾ തന്നെയാണ്. 5 മണിക്ക് നട തുറന്നതിന് ശേഷം വലിയ ഭക്തജനത്തിരക്ക് തന്നെ അനുഭവപ്പെടുന്നു. ഇപ്പോൾ സന്നിധാനം ലക്ഷ്യമാക്കി തിരുവാഭരണ ഘോഷയാത്ര എത്തിക്കൊണ്ടിരിക്കുന്നു. കൊടിമരച്ചുവട്ടിൽ മന്ത്രി വി എൻ വാസവനും ഒപ്പം തന്നെ മറ്റ് വിശിഷ്ട വ്യക്തികളൊക്കെ ചേർന്നുകൊണ്ട് തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരിക്കും. അതിനുശേഷം തിരുവാഭരണം തന്ത്രിയും മേൽശാന്തിയും ഏറ്റുവാങ്ങി ശ്രീകോവിലേക്ക് കൊണ്ടുപോകും. അവിടെ തിരുവാഭരണം ചാർത്തിയായിരിക്കും അയ്യപ്പന് ഇന്ന് ദീപാരാധന നടക്കുക. അങ്ങനെ സർവാഭിഷേകഭൂഷിതനായിട്ടുള്ള അയ്യപ്പനെ കണ്ണിറയെ കണ്ടുകൊണ്ട് അതിനുശേഷം ഏവരുടെയും കാഴ്ചകളെല്ലാം തന്നെ പൊന്നമ്പലമേട്ടിലേക്കായിരിക്കും. പൊന്നമ്പലമേട്ടിൽ എപ്പോഴായിരിക്കും മകരജ്യോതി തെളിയുക, മകരനക്ഷത്രം തെളിയുക എന്നുള്ളതാണ് എല്ലാ ഭക്തരും ഒരുപോലെ ഉറ്റുനോക്കുന്നത്. ഇപ്പോൾ ഈ സന്നിധാനത്തിൽ കൊടിമരച്ചുവട്ടിൽ നിന്നും നാം ഇവിടെ നിൽക്കുമ്പോൾ നേരെ എതിർവശത്ത് കാണുന്നതാണ് പൊന്നമ്പലമേട് എന്നുള്ളത്. ആ പൊന്നമ്പലമേട്ടിൽ ദീപാരാധന, മഹാദീപാരാധന നടക്കുന്ന സമയം, ആ മുഹൂർത്തത്തിലായിരിക്കും മകരജ്യോതി തെളിയുക, മകരനക്ഷത്രം തെളിയുക. 3 വട്ടം തെളിയും. അതാണ് അയ്യപ്പ ഭക്തരെ സംബന്ധിച്ച് ഏറ്റവും ജീവിതത്തിൽ അവർക്ക് ഏറ്റവും വലിയ വിശ്വാസമുള്ള ഒന്നാണ് ഈ മകരജ്യോതി ദർശിക്കുക എന്നുള്ളത്. അതിനുവേണ്ടി തന്നെയാണ് ഇവർ 2-3 ദിവസമൊക്കെ ഇവിടെ പർണശാലയൊക്കെ കെട്ടി അവർ കാത്തിരിക്കുന്നത്. ഇന്ന് നാം ഉച്ചയ്ക്കൊക്കെ കണ്ടതാണ്. ആ വെയിലിനൊക്കെ അവർ അവഗണിച്ചുകൊണ്ട് ആ പർണശാലയിൽ അവർ ഒരു വേള നമുക്ക് തോന്നിപ്പോകും അവർ ഭക്ഷണം പോലും കഴിക്കാതെ, ഭക്ഷണമോ വെള്ളമോ പോലും കഴിക്കാതെ പോലീസുകാരായാലും പോലീസ് അയ്യപ്പൻ എന്നാണ് പറയുക. എല്ലാവരും അയ്യപ്പനും മാളികപ്പുറവുമാണ്. ആർക്കും അവിടെ പേരുകളില്ല. എല്ലാവരും ഒരേ പേരിൽ അറിയപ്പെടുന്ന ശബരിമലയിലെ ദൃശ്യങ്ങൾ. അതോടൊപ്പം പുല്ലുമേട്ടിൽ നേരത്തെ മുതൽ തന്നെ എത്തി വിരിവെച്ച് കാത്തിരിക്കുന്നത് പോലെ കാത്തുകിടക്കുന്ന മനുഷ്യർ. അതിൽ കൂടുതലും ഇതര സംസ്ഥാനക്കാരായ ആളുകളാണ് പലപ്പോഴും എത്തിച്ചേരാറുള്ളത്. അതാ നോക്കൂ, ഒരു പിഞ്ചു കുഞ്ഞിനെ മാറോടടച്ചു കിടക്കുന്ന ഒരു പിതാവിനെ നമുക്ക് കാണാം. നിരവധി ആളുകൾ അവിടെ അവർക്ക് ആവശ്യമായ വെള്ളവും എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പുല്ലുമേട്ടിൽ അതുപോലെ നിരവധി വ്യൂ പോയിന്റുകളിൽ ആളുകൾ കാത്തിരിക്കുകയാണ്.